ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള സമയങ്ങളിൽ പാസ്റ്റർ ആൻസൺ നമുക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് എടുക്കും. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവദാസനെ സഹായിക്കട്ടെ. തുടർന്ന് ബൈബിൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ദൈവദാസനെ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വചനവുമായി ആയിരിക്കുവാൻ തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസം നാം പഠിച്ച റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരാം. നമുക്കത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല. അതിന്റെ 4 മുതൽ 8 വരെ ഉള്ള വാക്യം ഞാൻ വായിക്കാം. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് ന്യായപ്രമാണത്തിന്റെ നീതി, അതെങ്ങനെയാണ് നിവൃത്തിയായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനും ചിന്തിക്കുന്നു. അപ്പോൾ 2 സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ വളരെ വ്യക്തമായി സഭയെ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് 2 സ്വഭാവങ്ങൾ? ഒരു മനുഷ്യനിൽ 2 സ്വഭാവം വരാം. ഒന്ന് ജഡത്തിന്റെ സ്വഭാവം, 2 ആത്മാവിന്റെ സ്വഭാവം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ചാണ് നാം നടക്കേണ്ടത്. ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുന്ന മാത്രയിൽ നമ്മൾ ജഡ സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പാടില്ല. ജഡസ്വഭാവം ഉണ്ട് നമ്മുടെ ജഡത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ആ പാപം വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ആ എസ്റ്റർ ഹര ഉണ്ട്, നമ്മുടെ ജഡത്തിലുണ്ട്. അത് നമ്മുടെ ജഡത്തിൽ വസിക്കുന്നുണ്ട്. പക്ഷേ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഇത് പുറമെ പ്രകടമാക്കി നമ്മുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നാം അതിന് അടിമപ്പെടുവാൻ പാടില്ല. ഇതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഒന്നോർത്ത് നോക്കിയേ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ ആത്മീയനാണ്, ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞ് നടക്കുകയും അപ്പോൾ തന്നെ ജഡപ്രകാരം ബിഹേവ് ചെയ്യുകയും നമ്മള് സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആത്മീയനാകുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഇത് വളരെ ആഴമായി പഠിക്കേണ്ടതും വളരെ സെൻസിറ്റീവുമായ ഒരു വിഷയമാണ്. ജഡത്തിന്റെ സ്വഭാവം, ആത്മാവിന്റെ സ്വഭാവം. ഗലാത്യ ലേഖനത്തില് ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിന്റെ അഭിലാഷവും ആത്മാവിന്റെ അഭിലാഷവും, ദ ഡിസയർ ഓഫ് അവർ ഫ്ലെഷ് ആൻഡ് ഡിസയർ ഓഫ് അവർ സ്പിരിറ്റ്, ഈ രണ്ടും എപ്പോഴും അന്യോന്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ ഈ ആത്മാവിന്റെ പ്രവൃത്തികളും ജഡത്തിന്റെ പ്രവൃത്തികളും പഠിക്കുന്നു. നമുക്ക് അതിലേക്ക് കടക്കാൻ പതിയെ. ഇനിയും ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. മുകളിൽ അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കില്ല. നമ്മൾ കയ്യിന്റെ കഥ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് കയ്യിനെ ദൈവം വെറുത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, കയ്യിന് ഒരു വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹാബേൽ തന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാബേൽ ആത്മസ്വഭാവമുള്ളവനായിരുന്നു, കയീൻ ദുഷ്ട സ്വഭാവം, ജഡത്തിന്റെ സ്വഭാവം ഉള്ളവനായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കണം. ഹാബേലിന്റെയും കയീന്റെയും കഥ നമ്മൾ കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ ഓർത്തു കൊള്ളണം. ഈ ഹാബേൽ എന്ന് പറയുന്നത് നമ്മിലുള്ളതായ ആത്മീയ സ്വഭാവത്തെയും കയീൻ നമ്മളിലുള്ള ജഡ സ്വഭാവത്തെയും കാണുക. അപ്പോൾ കയീൻ എന്താ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഈ ഹാബേലിനെ കൊല്ലണം, എന്നിട്ട് ദൈവത്തിന്റെ പ്രസാദം പിടിച്ചു പറ്റണം. കാരണം ഇപ്പോൾ ദൈവം പ്രസാദിച്ചിരിക്കുന്നത് ഹാബേലിലാണ്. അപ്പോൾ കയീൻ ഒരൊറ്റ ചിന്തയുള്ളൂ, ഇവനെ തീർക്കണം, ഇവൻ ജീവനോടെ ഇരുന്നാൽ ശരിയാകില്ല, എന്നെ ദൈവം നോക്കത്തു പോലും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. നമ്മുടെ ജഡ സ്വഭാവം എപ്പോഴും നമ്മുടെ ആത്മീയ സ്വഭാവത്തെ കില്ല് ചെയ്യുവാൻ, തീർത്ത് കളയുവാൻ, ഖതം കർണേക്ക കോശിഷ് കറ എന്ന് വെച്ചാൽ തീർത്ത് കളയുവാനുള്ള പ്രയത്നത്തിലാണ് എപ്പോഴും. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ നിന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഇത് ഒരു സമസ്യയാണ്. എനിക്ക് എന്നെ തന്നെ ഒന്ന് അളന്നു നോക്കുവാൻ, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ അങ്ങനെ പറയുക, വിശ്വസിക്കുക, എൻ്റെ ഉള്ളിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ആത്മാഭിഷേകം പ്രാപിച്ചവനാണ്, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക, ഞാൻ അങ്ങ് പറയുക. പക്ഷേ അതിന്റെ തെളിവ്, എന്തിനു തെളിവ് വേണമല്ലോ അല്ലെ? അതിന്റെ തെളിവ് എവിടെയാണ് വ്യക്തമാകുന്നത്? എൻ്റെ സ്വഭാവത്തിലാണ് ആ തെളിവ് വ്യക്തം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഫലം കൊണ്ട് വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ജഡത്തിന്റെയും ആത്മാവിന്റെയും സ്വഭാവത്തെ കുറിച്ച് ഞാനിന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ എന്നെ പെട്ടെന്ന്
എന്റെ ചിന്ത പോയത് യെഹെസ്കേൽ പുസ്തകത്തിലേക്കാ. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 18 തുറന്നേ. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 18 അതിന്റെ 4 മുതൽ 4, 5, 6 മുതൽ ഞാൻ വായിക്കുന്നത്. ഞാനത് വായിക്കാം. 4 സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. എന്നാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഈ ദേഹം ദേഹി എന്നൊക്കെയുള്ള നമുക്ക് പുതിയ നിയമത്തിൽ പഠിക്കുന്നത്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പൊ തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇവിടെ ഇനിയും പറയുവാൻ പോകുന്നത് നീതിമാൻ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാ. തുടർന്ന് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നെങ്കിൽ, 6-ാം വാക്യം, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ. നോക്കിയേ, ഇവിടെ പഴയ നിയമത്തില് വ്യക്തമായിട്ട് പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തികളാകട്ടോ. കാരണം പഴയ നിയമത്തിലാണ് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ കൂടുതലായിട്ട് വെളിപ്പെട്ടിരിക്കുന്നത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന. എന്നുവെച്ചാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പഴയ നിയമത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒന്നാമതെന്താ പറഞ്ഞിരിക്കുന്നത്? പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ. ഞാന് നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സുകളിൽ ഒന്നിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ഒരു യുവ സഹോദരന് തന്റെ വണ്ടിയിൽ ജപമാല തൂക്കിയിട്ട് അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, അതിനെന്താ ഒരു ജപമാല എല്ലാവരും ഇപ്പൊ ഇതൊക്കെ ഫാഷൻ ആണല്ലോ, ഒരു ജപമാല തൂക്കിയിട്ട് ഇടുന്നതുകൊണ്ട് കാര്യം എന്താ? ആ കുഞ്ഞിനത് അറിയില്ല. മനസ്സിലായി? അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ ആരും ഇതൊരു തുനിഞ്ഞ് കാണില്ല. ഈ ജപമാല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹം. ഞാനൊക്കെ കത്തോലിക്ക സഭയിലായിരുന്നുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ജപമാല ചൊല്ലിയിട്ടില്ല കേട്ടോ. കത്തോലിക്കനായിരുന്നെങ്കിലും എന്റെ ജപമാല ഒത്തിരി ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട നിമിഷം ജപമാല എല്ലാം കൂടെ തൂത്തുവാരി ഒരു 8-10 ഉണ്ടായിരുന്നു. അതും ഇവിടെ റോമിൽ നിന്ന് കൊണ്ടുവന്നത്, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ഇസ്രായേലിലെ മണ്ണ്. അന്ന് പറഞ്ഞത് യേശുവിന്റെ കാൽപാദം വീണ മണ്ണാണ്. ആ മണ്ണ് ഇതിൽ പുരട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ ജപമാല നമ്മളെ ജപമാലയ്ക്ക് അടിമയാക്കുന്നത്. അത് റോമിൽ നിന്ന് പോപ്പ് കൈവച്ച് അനുഗ്രഹിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. നല്ല ഭയങ്കര കോസ്റ്റ്ലി ജപമാലയൊക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ 10,000 വില വരുന്ന. എൻ്റെ ഇരുന്ന ഒരു ജപമാല എന്ന് പറയുന്നത് അതിനെ വില മതിക്കാൻ പറ്റില്ല. കാരണം വെള്ളിയിൽ തീർത്തതാണ്, വെള്ളി പേടകത്തിൽ വെച്ച ജപമാല. ഇങ്ങനെയൊക്കെ എൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ രക്ഷിക്കപ്പെട്ട ദിവസം ആദ്യം ചെയ്തത് ഇതെല്ലാം കൂടെ തൂത്തുവാരിട്ടം കത്തിച്ചു. മനസ്സിലായോ? കാരണം അത്ര വലിയ വിഗ്രഹമാണ്. അപ്പോൾ ഓർത്തു നോക്കുക, നമ്മൾ ഫാഷന് വേണ്ടി നമ്മുടെ മുറിയിലും നമ്മുടെ വാഹനങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു അത് ജാതീയമാണെന്ന് ഉണ്ടെങ്കിൽ അത് നീക്കുക. അതാണ് ഈ പഴയ നിയമത്തിലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ട ജാതീയ പ്രവൃത്തി, ഞാൻ ഈ ജാതീയ എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളല്ലാത്തതെല്ലാം ഉണ്ട് കേട്ടോ. അതിനകത്ത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ബുദ്ധനെന്നോ നിരീശ്വരവാദിന്നോ ഒന്നുമില്ല. അതിനകത്ത് സകലതുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാർ പറഞ്ഞിരുന്ന യഹൂദനും ജാതികളും, യഹൂദം കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാം ജാതികളാണ് പറഞ്ഞു. അപ്പോൾ ജാതി എന്നുള്ള ആ മലയാള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലാം രക്ഷിക്കപ്പെടാത്തവരെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചിരിക്കണം പൂർണ്ണമായി, നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഷോക്കേസിൽ വെക്കുന്ന ഒരു വസ്തു, പ്രത്യേകിച്ച് ഈ പുരാവസ്തുക്കളൊക്കെ വാങ്ങുവാൻ വളരെ അട്രാക്റ്റീവാണ്, നമുക്കൊരു നൊസ്റ്റാൾജിക് ആണത്. അതൊക്കെ വാങ്ങുവാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ വേണം അതൊക്കെ വാങ്ങുവാനും വീട്ടിൽ കൊണ്ട് വയ്ക്കുവാനും ഒക്കെ. പലതും ഈ പറയുന്ന വിഗ്രഹാരാധനയ്ക്കായി ഉപയോഗിച്ച കാര്യങ്ങളായിരിക്കാം കേട്ടോ. വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളത്. അപ്പോൾ ഇവിടെ പൂജാഗിരികൾ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ. ഇത് പഴയ നിയമത്തിൽ നടന്ന, പണ്ട് കാലത്ത് നടന്ന ഒരു കാര്യം. ഇന്ന് അത്രയും ഇല്ല. ഇന്ന് കുറച്ചുകൂടെ നമ്മൾ സംസ്കാരത്തിലേക്ക് വന്നു. എന്നാലും ഉൾനാടൻ ഗ്രാമങ്ങളൊക്കെ പോയാൽ ഇപ്പോഴും ഇതുണ്ട് കേട്ടോ. കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ. അപ്പോൾ നീതിമാൻ ഇതൊന്നും ചെയ്യുവാൻ പാടില്ല, ദൈവ പൈതൽ ഇതൊന്നും ചെയ്യുവാൻ പാടില്ല, ആത്മാവിൽ സഞ്ചരിക്കുന്നവൻ ഇതൊന്നും ചെയ്യുവാൻ പാടില്ല. കടം വാങ്ങിയവന് പണം മടക്കി കൊടുക്കുകയും, വളരെ ശ്രദ്ധിച്ചോണം, മക്കൾ ആരുടെയെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയെങ്കിൽ ഇപ്പോൾ ഓർത്ത് തിരിച്ചു കൊടുത്തേക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, എനിക്ക് കടം തരാനുള്ള 100% ആൾക്കാരും ദൈവമക്കൾ തന്നെയാണ്. നാളെ
തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയതാണ്. ഇപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. അത് കൃപയാൽ കൊടുത്തു എന്ന് കരുതിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ ഓർത്തോണം, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സാധിക്കുകയും കൊടുത്തു തീർത്തേക്കണം കേട്ടോ. കടന്ന് വാങ്ങിയവന് പണം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും, ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ദൈവപൈതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നിങ്ങൾ അധ്വാനിച്ചുണ്ടാകുന്ന പണം നിങ്ങൾക്ക് ഉപയോഗിക്കുവാനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് അമിത ലാഭം, ഉദാഹരണത്തിന് നമുക്കറിയാം ഇവിടെ വട്ടിപ്പലിശയ്ക്ക് എന്ന് വെച്ചാൽ ബ്ലേഡ് ആൾക്കാർക്ക് കൊടുക്കുന്ന നമുക്കറിയാം. നമുക്ക് ഈയിടത്തിന് നമുക്കറിയാം ഒരു പ്രയാസം ഉണ്ടായിട്ട് അനേകർക്ക് പണം നഷ്ടപ്പെട്ടത് അറിയാം. നമ്മുടെ ദൈവമക്കളുടെ പണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെത്താനോട് കരഞ്ഞുകൊണ്ട് കാര്യമില്ല, നിരാശപ്പെട്ടുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ വേണ്ടാത്തടത്ത് കൊണ്ട് ഈ പണം ഇട്ടു. ദൈവം തന്നതായിരുന്നു. നമുക്ക് ഇപ്പൊ എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം തമ്പുരാൻ തന്നതാ. എന്റെ ഒരു നയപൈസ പോലും ഈ നിമിഷം വരെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു നയപൈസ പോലും അങ്ങനെയുള്ള ഒരിടത്തുമില്ല. ഞങ്ങളുടെ സമ്പാദ്യമൊക്കെ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇട്ടിരിക്കുന്നത്. വേറെ ഒരിടത്തും നിങ്ങൾ പ്രത്യേക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പലരും നിങ്ങളെ വശീകരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഇങ്ങനെയുള്ള അവിഹിതമായ ബാങ്കുകളില് വ്യക്തികൾക്ക് കൊടുത്ത് അവരിൽ നിന്ന് കൂടുതൽ പലിശ വാങ്ങാൻ കിട്ടുമെന്ന് വിചാരിച്ച കേട്ടോ. പക്ഷെ അവരെങ്ങനെ പലിശ ഉണ്ടാക്കുന്നത്? അവർ പാവപ്പെട്ടവൻ ഈ പണം കൊടുത്തിട്ട് അവന്റെ മടിക്കുത്തിന് പിടിച്ച് 18, 20, 22% അവന്റെ നിന്ന് വാങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് തരുന്നത് 12%. ഇത് എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കൾ വളരെ 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 ശ്രദ്ധിക്കണം. നമ്മളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നയപൈസ പോലും അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ സമ്പാദ്യമായിട്ട് നിക്ഷേപിക്കരുത്. ഓർത്തണം, കൊള്ളപ്പലിശ കിട്ടുന്നിടത്ത് ഒരിക്കലും നിങ്ങളോട് പണം കൊടുക്കരുത് കേട്ടോ. നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന 2% മതി, അല്ലെ 3% മതി, അങ്ങനെ ഉറപ്പിച്ചോണം. അതും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ പണം സുരക്ഷിതമായ ഒരിടത്ത് ഇട്ടാൽ മാത്രം മതി. ഇസ്ലാമിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളിൽ അക്കൗണ്ട് ഉണ്ട്, അതിൽ പലിശയില്ല കേട്ടോ. അവർ പലിശ വാങ്ങില്ല. അവർ അഥവാ പലിശ കിട്ടിയാൽ ആ പലിശ അവർ സക്കാത്ത് കൊടുക്കും. എന്ന് വെച്ചാൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. നീതികേട് ചെയ്യാത്തവണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ഒബേയിങ് മൈ കമാൻഡ്മെന്റ്സ്, എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും. ഇപ്പോൾ ദൈവമക്കളെ ഓർത്തു നോക്കിയേ, വളരെ വ്യക്തമായിട്ട് ഇവിടെ പഴയ നിയമ പ്രവാചകനിലൂടെ കർത്താവ് ഒരു കാര്യം വ്യക്തമായി ഓർത്തണം. പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കുകളല്ല, ദൈവം അവരുടെ നേരിട്ട് സംസാരിച്ച വാക്കുകളാണ്. പ്രത്യേകം ഓർത്തണം കേട്ടോ. ദൈവം നേരിട്ട് പ്രവാചകനോട് സംസാരിച്ചത്, പ്രവാചകൻ അതിലൊന്നും കലർത്താതെ നേരിട്ട് ജനത്തോട് സംസാരിച്ചതാണ് പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ വെളിപ്പാട് പുസ്തകം പോലെ, വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാന്റേതായിട്ട് ഒന്നുമില്ല. എല്ലാം യോഹന്നാനെ കർത്താവ് കാണിച്ചു കൊടുത്തത്, തന്റെ ദൂതൻ മുഖാന്തരം കാണിച്ചു കൊടുത്തത് അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്നു വരാം. ഇതിപ്പോ പഴയ നിയമത്തിൽ നമ്മൾ കേട്ടല്ലോ. ഇനി പുതിയ നിയമത്തിൽ നമുക്ക് എന്തെങ്കിലും വേറെ ഉണ്ടോ നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിലേക്ക് വന്നേ, 5-ാം അധ്യായം എല്ലാവർക്കും അറിയാമല്ലോ, ബൈഹാർട്ടല്ലേ. അവിടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആ 17-ാം വാക്യം മുതൽ എടുക്കുകയാണെങ്കിൽ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, ഇത് തമ്മിൽ യുദ്ധമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമ്മൾ റോമൻ ലേഖനത്തിലെ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചു. പൗലോസ് അപ്പോസ്തലൻ ഇച്ഛിക്കുന്നത് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല, എനിക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹം, എങ്കിലോ ഞാൻ തിന്മ ചെയ്തു പോകുന്നു. ഇവിടെ ഇപ്പൊ മനസ്സിലായോ? ഈ യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മെ കൊണ്ട് നാം ചെയ്യേണ്ടതായ നന്മകൾ ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ ജഡത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉയർന്നു വന്നാൽ അത് ആത്മാവിന്റെ സ്വഭാവങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കും. മനസ്സിലായോ? ഇത് തന്നെ നമ്മൾക്ക് ഇസഹാക്കിന്റെ ഇസ്മായിലിന്റെയും ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഇസഹാക്കിനെ ഇസ്മായേൽ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് ഇസ്മായേലിനെയും ഹാഗാറിനെയും സാറ കൂടാരത്തിൽ നിന്ന് ഇറക്കി വിടുവാൻ അബ്രഹാമിനെ നിർബന്ധിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇസ്മായേൽ ജഡസന്തതിയാണ്, ഇസഹാക്ക് ആത്മസന്തതിയാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചേർത്ത് പഠിക്കണം. ഈ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് ആദ്യം പറയുന്നത് കേട്ടോ. കാരണം ശത്രുവിനെ ആദ്യം മുമ്പിൽ കൊണ്ട് കാണിച്ചു തരിക. ജഡത്തിന്റെ പ്രവൃത്തികളോ ഈ മലയാളത്തിൽ ഏകദേശം 16 നമ്മളുടെ KJV നോക്കുമ്പോൾ 17 ചില തർജ്ജമകളിൽ അതിൽ കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് തൽക്കാലം ഇപ്പോൾ സത്യവേദ പുസ്തകം എടുക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ
ദുർനടപ്പ് ആദ്യം വായിക്കാം. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ. ഇത് 16 ഏകദേശം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വായിച്ചതില് എന്തെങ്കിലും ഒരു സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? എന്റെ വീഡിയോ കെട്ടണം, കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. എന്തെങ്കിലും ഈ വായിച്ചതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ജഡ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അത് എത്രമാത്രം അറിയാവുന്ന. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒന്ന് പറഞ്ഞാലും മതി. ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? ആർക്കും പറയാം കേട്ടോ, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഓൺലൈനിൽ കേൾക്കുന്നവരായിട്ട്. അതോ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആർക്കെങ്കിലും പറയാമോ ഏതെങ്കിലും ഒരു കാര്യം അതിൽ? വെറിക്കൂത്ത്, അതിനെപ്പറ്റി കൂടുതലായിട്ട്. എക്സലന്റ്. ആരാ ചോദിച്ചേ? ഞാൻ സ്റ്റീഫൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ജസ്റൂൺ അവിടെ തന്നെ ഉണ്ട്. വെരി ഗുഡ്. വെറിക്കൂത്ത്. എനിക്കറിയാം, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉള്ളിൽ ഒരു ചിന്ത വന്നത്, ഈ ന്യൂജനെ കുറിച്ചൊക്കെ നമ്മുടെ പ്രായമുള്ള അപ്പച്ചമാർ, അമ്മച്ചമാർ, എന്നെ പോലുള്ളവരൊക്കെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലേ? ശരിയല്ലേ? അപ്പോൾ ഉള്ളിലൊരു ചിന്ത വരാം, ഈ ഇപ്പോഴത്തെ PYPA-കാരൊക്കെ കാട്ടിക്കൂട്ടുന്നത് വെറിക്കൂത്താണോ എന്നൊക്കെ ചിന്ത വരാം. തീർച്ചയായിട്ടും അങ്ങനെ ചിലര് അതിനെ വല്ലാതെ വ്യാഖ്യാനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെറിക്കൂത്ത് എന്ന് ശരിക്കും പറഞ്ഞാല് ഇവിടെ പറയുന്ന വെറിക്കൂത്ത് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴെങ്കിലും അതിന്റെ ഗ്രീക്ക് എടുത്ത് മനസ്സിലാക്കുകയും കേട്ടോ. വെറിക്കൂത്ത് എന്ന് പറയുന്നത് മദ്യപിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. മദ്യപിച്ചവർക്ക് അത് അറിയാം. ഞാൻ മദ്യപിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് വെറിക്കൂത്തെന്നൊന്നും വ്യക്തമായിട്ട് അറിയാം. എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് മദ്യപിച്ചുകൊണ്ട് നടത്തുന്ന വിനോദ കളികളുണ്ട്. അത് പല കാര്യം. ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മള് ഈ യാത്രയിലൊക്കെ അന്താക്ഷരി എന്ന് പറഞ്ഞ നമ്മള് നല്ല ക്രിസ്തീയ ഗാനങ്ങൾ വെച്ച് നമ്മൾ അന്താക്ഷരി ചെയ്യും അല്ലേ? അതൊരു നല്ല ഒരു കാര്യമാണ്. കാരണം നമുക്ക് കൂടുതൽ ദൈവമക്കൾക്ക് ഇത് കൂടുതൽ അറിയുവാനും ഒക്കെ നല്ലതാണ്. എന്നാൽ അതേ കാര്യം മദ്യപന്മാർ കൂടിയിരുന്നിട്ട് ഈ അശുദ്ധമായ പാട്ടുകൾ വെച്ച് അന്താക്ഷരി കളിക്കുക. അപ്പോൾ നമ്മൾ കളിക്കുന്നതും അവർ കളിക്കുന്നതും അന്താക്ഷരിയാ ഇല്ലേ? പക്ഷേ നമ്മൾ കളിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ആത്മീയമായി വളരുവാൻ വേണ്ടിയാണ്. എന്നാൽ ആ പുറത്തുള്ളവർ ചെയ്തതോ അവർ അതിനുവേണ്ടിയല്ല, അത് അവരുടെ വിനോദത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് വെറിക്കൂത്താണ്. മനസ്സിലായോ? അത് ദൈവം വെറുക്കുന്നതായ കൂത്ത്. ഇതാണ് വെറിക്കൂത്ത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ PYPA സഹോദരങ്ങൾ, നമ്മുടെ യുവ സഹോദരങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് നല്ല പാട്ടുകൾ പാടി അവരെ സകലതും മറന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നത് ഒരിക്കലും വെറുക്കൂത്തല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക, ഒന്നും വഴക്കിനൊന്നും പോകണ്ട. അതൊരിക്കലും വെറുക്കൂത്തല്ല കേട്ടോ. എന്നാൽ അതേ കാര്യം ഒരു പള്ളി പറമ്പിലോ അമ്പലപ്പറമ്പിലോ അവരുടെ പെരുന്നാൾ ഉത്സവത്തിനോ മദ്യപിച്ച് ലക്കുകെട്ട്, അല്ല മദ്യപിക്കാതെയും ചെണ്ടമേളവും എന്ന് പറയുന്ന എന്തൊക്കെയാ ഇപ്പം പാഞ്ചാലി മേളമോ ഒക്കെ മേളങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ കൂടി ആടി തിമിർത്ത് കൈകൊട്ടി തുള്ളിച്ചാടി ചെയ്യുന്നത് വെറുക്കൂത്താണ്. അത് ദൈവം വെറുക്കുന്നു. കാരണം അത് ജാതീയ ആചാരങ്ങളാണ്. മാത്രമല്ല അവരുടെ ദൈവങ്ങളെ, അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെ വെറിക്കൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നതായ വിനോദ കളികളാണ്. ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്ത, ആത്മീയമായി യാതൊരു ഉയർച്ചയും തരാത്ത, ഒരു ഐക്യവും നമ്മളിൽ ഉണ്ടാക്കാത്തതായ, നമ്മളുടെ സമയവും നമ്മളുടെ പണവും നമ്മളുടെ ആരോഗ്യവും ചിലവഴിക്കപ്പെടുന്നതായ കളികളാണ് വെറിക്കൂത്ത് എന്ന് പറയുന്നത്. അല്ലാതെ PYPA കുഞ്ഞുങ്ങള്, സഹോദരന്മാര് ദൈവത്തെ ആരാധിക്കുന്ന ആ കാര്യമല്ല കേട്ടോ. ഇത് എനിക്ക് മനസ്സിലായി. ചോദിച്ചപ്പോൾ ഉള്ളിൽ ഒരു പക്ഷേ ഒരു സംശയം ഉണ്ടായേക്കാം, ഇതാണോ വെറിക്കൂത്ത്? ചിലർ പറയുന്നല്ലോ അങ്ങനെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല. പക്ഷെ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, നമ്മളുടെ ഇടയില് ചില ആളുകൾ മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടാത്ത ഈ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന ചിലർ വന്ന് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിക്കും. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. അതിനെ വെറുക്കൂത്തൊന്നും ഞാൻ വിളിക്കുന്നില്ല. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുക. ഇല്ലാത്ത ഒരു കാര്യത്തെ ഉണ്ടാക്കി കാണിച്ചിട്ട്, മനസ്സിലായോ? നമ്മളെ വചനത്തിൽ നിന്ന് വഴി തെറ്റിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് പിശാചിന്റെ പ്രവൃത്തികളാണ്. അതിനെ വെറുക്കൂത്തെന്ന് പറയാൻ പറ്റില്ല. അത് പൈശാചികമാണ്. ദുർവ്യാഖ്യാനങ്ങള് നമ്മളെ തെറ്റായിട്ട് വ്യാഖ്യാനിപ്പിച്ച് നമ്മൾ ചിലപ്പോൾ ചിലരോട് സംസാരിക്കാൻ പറയും പെന്തക്കോസ്തിന്റെ അടുത്ത തലം എന്നൊക്കെ പറയുന്നത് വെച്ചാൽ അത് എന്താ പറയുന്നത്, ആത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ട് നമ്മള് ഒരു ഭ്രാന്തനെ പോലെ ചില കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം, വലിയ പ്രസംഗരൊക്കെ ഉണ്ട്. അതൊക്കെ അവരിൽ പിശാച് അവരോട് പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ പോകേണ്ടുന്ന വഴി
തെറ്റിച്ചിട്ട് വേറെ വഴിയെ നമ്മളെ തിരിച്ചുവിടാനായിട്ട് കേട്ടോ. അത് തെറ്റായ ഒരു കാര്യമാണ് നമ്മുടെ ഇടയിൽ നടന്നു വരുന്നത്. അത് പ്രത്യേകം ഓർത്തണം. അപ്പൊ അത് വെറിക്കൂത്തല്ല കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? വെറിക്കൂത്ത് മനസ്സിലായല്ലോ. വേറെ എന്തെങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് വല്ല സംശയമുള്ളതുണ്ടോന്ന് ഇവിടെ. ഒരു വാക്ക് എനിക്ക് സംശയം തോന്നുന്നല്ലോ അല്ലാതെ. ദ്വന്ദ്വപക്ഷം നമുക്ക് എളുപ്പം അല്ലേ? ജാരശങ്ക, നമുക്ക് സംശയരോഗം, അതൊന്നും പാടില്ല. അസൂയ, മദ്യപാനം, ദുർനടപ്പ് നമുക്കറിയാം, ദുഷ്കാമം നമുക്കറിയാം, അനാവശ്യമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞതാ, ഈ അത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞ. വിഗ്രഹാരാധന നമുക്കറിയാം. വിഗ്രഹാരാധന വെറും ബിംബങ്ങളെ നമസ്കരിക്കുന്ന മാത്രമല്ല, അത്യാഗ്രഹവും വിഗ്രഹാരാധനയാണ്. അത് വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? മർക്കടമുഷ്ടി. ഇത് തന്നെ നടക്കണം. ആര് പറഞ്ഞു കൊടുത്താലും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ പറയുക, അൻസ അത് തെറ്റാണ്, അങ്ങനെ അല്ല അത് പ്രസംഗിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം? ആ ദേവദാസിന് കീഴടങ്ങി അത് പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്കൊക്കെ ഞാനൊരു പാഠം പറഞ്ഞു തരിക കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, ഞാൻ തിരിച്ച് ദേവദാസിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലോ? അത് എന്റെ ശാഠ്യമാണ്. ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ. ഇവിടെ നമ്മൾ ചർച്ചിൽ ഒരിക്കൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട സ്കറിയ പാസ്റ്റർ എന്നെ കറക്റ്റ് ചെയ്തു. ഞാൻ 1 യോഹന്നാൻ അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞപ്പോൾ, പാപത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ദേവദാസൻ അവിടെ കറക്റ്റ് ചെയ്തു. ഞാനത് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്തു. കാരണം പിന്നെ പഠിച്ചപ്പോൾ മനസ്സിലായി ദേവദാസൻ പറഞ്ഞ വളരെ ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഗുരുക്കന്മാർ നമുക്കുണ്ട്. നമ്മൾ അവർ പറയുന്ന കേൾക്കാതെ അനുസരിക്കാതെ, ഞാൻ പറഞ്ഞാൽ ശരി, എനിക്ക് കിട്ടിയ ബോധ്യമാണ്, അത് പരിശുദ്ധാത്മാവ് തന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അത് ശാഠ്യമാണ്, അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന് അത് വിരോധമാണ് കേട്ടോ. ഇനിയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു കാര്യം കാണുന്നില്ല, ആഭിചാരം എന്ന് പറഞ്ഞ് കാണുന്നില്ല. അതെന്താ സാധനം? വല്ലതും പറയാം. എനിക്കൊന്ന് പറഞ്ഞുതരാമോ നിങ്ങൾ? ആഭിചാരം എനിക്കൊന്ന് പറഞ്ഞുതരാമോ ആരെങ്കിലും? ആ സംഗതി എന്താണെന്ന് ഞാനും പഠിക്കണ്ടേ. നിങ്ങളും അധ്യാപകരല്ലേ? എന്ത് പറയുന്നു? ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നമുക്ക് ഇന്ററാക്ഷനിൽ പോകാം, അതാ നല്ലത്. ഒന്ന് പറഞ്ഞു തരാമോ? ആഭിചാരം അറിയാവുന്ന പറഞ്ഞാൽ മതി കേട്ടോ. അറിയാവുന്ന പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വിച്ച് ക്രാഫ്റ്റ് എന്ന് കിടക്കുന്നു. നമ്മുടെ KJV വിച്ച് ക്രാഫ്റ്റ്. എന്തായിരിക്കാം അത് സാധനം? സ്തോത്രം. ആർക്കെങ്കിലും പറയാമോ? ശിവമൃതനാണെങ്കിലും അറിയാവുന്ന പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ആർക്കെങ്കിലും പറയാമോ? അതോ ഞാൻ തന്നെ പറയണോ? പറഞ്ഞോളൂ. ഞാൻ തന്നെ പറയാം. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. അത് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പറയാമോ? ആഭിചാരം അഥവാ വിച്ച് ക്രാഫ്റ്റ്, ഇത് നമ്മള് പെന്തക്കോസ്തുകാർക്ക് തീരെ അറിയാൻ വയ്യാത്തൊരു സംഗതിയാണ് ആഭിചാരം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾക്ക് മന്ത്രവാദം എന്തെന്നറിയാം. നമ്മളെപ്പോഴും പറയാം മന്ത്രവാദം, കൂടോത്രം, ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഈ ആഭിചാരം നമ്മൾ അധികം അങ്ങോട്ട് കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആഭിചാരം എന്ന് പറഞ്ഞാൽ മന്ത്രവാദമാണോ? എന്താണ് മന്ത്രവാദം? മന്ത്രിച്ചുകൊണ്ട് വാദിക്കുക. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥന അല്ല കേട്ടോ. ഏതെങ്കിലും ഒരു സേവാമൂർത്തിയെ പ്രീതിപ്പെടുത്തുവാനും ആ സേവാമൂർത്തിയെ കൊണ്ട് തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പിക്കുവാനുമായിട്ട് നടത്തുന്ന മന്ത്രോച്ചാരണമാണ്, പ്രാർത്ഥനയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. ഞാനിതൊക്കെ റിസർച്ച് ചെയ്ത് അതുകൊണ്ട് പറയുന്നത് 2000 മുതൽ 2007 വരെ ഇക്കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് ഞാൻ ഞങ്ങളുടെ ആൾക്കാരെ കണ്ടതാണ്. അവരുടെ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പല കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇതിനെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രവാദം മാറി കിട്ടില്ല. അതാണ് ശരിക്ക് സോഴ്സറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കൂടോത്രം എന്ന് പറയും അല്ലെ. ഈ മന്ത്രവാദം പഠിച്ച വ്യക്തിയെ കൊണ്ട് കൂട് ഉപദ്രവിപ്പിക്കുക. കൂടെന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ അവനെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ മന്ത്രസിദ്ധി കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ട് കേട്ടോ. പ്രവൃത്തികൾ ചെയ്യുന്നതിനെയാണ് കൂടോത്രം, കൂടുപദ്രവം, കൂടോത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. മന്ത്രവാദം, കൂടോത്രം, ഇത് രണ്ടും ദൈവം ഏറ്റവും വെറുക്കുന്ന സംഗതികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. നമ്മുടെ വീട്ടില് ഒരാൾ വന്നിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ട് എന്നിടത്ത് ഒരു തകിടിരിപ്പുണ്ട്, അതിപ്പോ എടുക്കാം, ചെയ്യരുത്, അവിടെ ഇരുന്നോടെന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന്റെ എല്ലാ ശക്തിയും പോകും. അല്ലാതെ നിങ്ങൾ ഈ തകിടെടുപ്പിക്കുക, കുഴിച്ചെടുപ്പിക്കുക, അതിനൊന്നും പോകരുത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ഈ കൂടോത്രത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ഒക്കെ ഭാഗമാണ് ചിലരങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് വലിയ കൃപയുണ്ടെന്നാ പറയുന്നത് വീട്ടിൽ വന്ന് കുഴിച്ചെടുക്കുവാനായിട്ട്. അങ്ങനെ ആ കൃപയുള്ളവരെ ഒന്നും വീട്ടിൽ കയറ്റരുത് ദയവ് ചെയ്ത് കേട്ടോ. എനിക്ക് സമയം എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കൂടുതൽ കാര്യത്തെ കുറിച്ച് പറയാം. ഞാൻ റിസർച്ച് ചെയ്ത് 7 വർഷം ശരിക്കും നടന്ന് പഠിച്ചതാണ് കേട്ടോ. ഇനിയും ആഭിചാരം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും പറയാം, എന്റെ ഇഷ്ടത്തിന് വേണ്ടി, എന്റെ ഇഷ്ടം നടക്കുവാനായിട്ട്, എന്റെ അത്യാഗ്രഹം നടക്കുവാനായിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്കിഷ്ടമുള്ള ഒരു പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ കണ്ടു, എനിക്ക് ആ ആളിനെ വേണം എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ദൈവമക്കളല്ലാത്തവരെ കുറിച്ച് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാറുള്ളത് ദൈവമക്കളല്ലാത്തവർ. അപ്പോൾ അവരെന്ത് ചെയ്യും? വശീകരണം എന്നൊരു പ്രയോഗമുണ്ട്. അവര് ഇതുപോലുള്ള മന്ത്രവാദിയെ പോയി കണ്ടിട്ട്
ആ വ്യക്തിയെ വശീകരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ അതിൽ വീഴ്ത്തും. ഇതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അത് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ? നമ്മൾ പെന്തക്കോസ്ത് ദൈവമക്കൾ ചെയ്യാറുണ്ടോ അങ്ങനെ? ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ഈ പെന്തക്കോസ്ത് മേഖലയില് പ്രാർത്ഥിച്ച് നാണയമിടുക എന്നൊരു സംഗതി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോ പറയാൻ കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാൻ ചെയ്തവരെ. എന്ന് വെച്ചാൽ ഒരു സ്ഥലം കണ്ടു, ഒരു വസ്തു കണ്ടു, അത് ദൈവഹിതമാണ്, അവിടെ നമുക്ക് നല്ലൊരു ആരാധനാലയം പണിയണം. ഉടനെ ഒരു രൂപ നാണയം എടുത്തു, എല്ലാവരും കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു, അവിടേക്ക് എറിഞ്ഞു. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ വസ്തു ഇവരുടെ കയ്യിൽ എത്തുന്നു. അവിടെ നമ്മള് നല്ല ആരാധന നടത്തുന്നു, നല്ലൊരു ഹാള് പണിയുന്നു, പാർക്കിംഗ് ഉൾപ്പെടെ അതിഭയങ്കരമായ. അപ്പോൾ ഇത് ദൈവപ്രവൃത്തിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് ദൈവപ്രവൃത്തിയാണോ അല്ലയോ എന്റെ ചോദ്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇത് ആഭിചാരമാണ്. ഒരിക്കലും പാടില്ല പ്രാർത്ഥിച്ചൊരു കാര്യം കൊടുക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ അതില്ല, ബൈബിളിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാമേ, നമ്മളെ തെറ്റിക്കുന്ന ഒരു കാര്യം ഇത് അറിഞ്ഞിരുന്നോ? ഒരിക്കൽ എലീശ പ്രവാചകനോട് നാട്ടുകാർ പറഞ്ഞു, ഇവിടുത്തെ വെള്ളം ദുഷിച്ചതാണ്, അവിടെ സ്ത്രീകൾക്ക് അത് ഗർഭഛിദ്രം ഉണ്ടാക്കുന്നു, അവർ പ്രസവിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എലീശ പ്രവാചകൻ എന്ത് ചെയ്തു? ഒരു പുതിയ താലം കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു പ്ലേറ്റ്. അന്നൊക്കെ ഈ ചെമ്പ് പ്ലേറ്റാ, ചെമ്പ് അന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്ന് തന്നെ വെച്ചു, അല്ലെ സ്വർണ്ണം അല്ലെ വെള്ളി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പുതിയ താലം കൊണ്ടുവരാൻ പറഞ്ഞു. പ്രവാചകൻ അതിനകത്ത് ഉപ്പിട്ടു. ഈ ഉപ്പ് എന്ത് ചെയ്തു? അവിടുത്തെ ആ നദിയുടെ അതിന്റെ ഉറവിടത്തിൽ കൊണ്ടിട്ടു. അവിടുത്തെ ആ വെള്ളം ശുദ്ധമായി, അവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നം മാറി, അവർ ഗർഭിണികളായി പ്രസവിക്കാൻ ആരംഭിച്ചു. ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രവാചകൻ ചെയ്തത്? ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു പാത്രം നിറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറൊന്നും ചെയ്തില്ല കേട്ടോ. അവിടെ ഇംഗ്ലീഷിൽ ശരിക്കും സോൾട്ട് എന്നുള്ളത് നമ്മളൊരു പക്ഷെ കറിയൂപ്പ് എന്ന് പറയും, പക്ഷെ കറിയൂപ്പ് ആയിരിക്കുകയില്ല, അന്നത്തെ എന്തെങ്കിലും ലവണമായിരിക്കാം കേട്ടോ, ഒരുപക്ഷെ നമ്മുടെ ഈ കാണുന്ന ഉപ്പായിരിക്കുകയില്ല. പക്ഷെ ഇന്ന് ചിലർ എന്ത് ചെയ്യും? ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പറയും കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറയും. ഉപ്പിനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് അത് വെള്ളത്തിൽ ഇടും. വെള്ളത്തിലെടുത്ത് ഇത് കുടിച്ചാൽ മതി, 7 ദിവസം നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറയും. പെന്തക്കോസ്ത് ദേവദാസന്മാർ ചെയ്യുന്ന കാര്യമാണ്, ചിലർ കേട്ടോ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ലല്ലോ, ഇച്ചിരി ഉപ്പെടുത്തു, ദേവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് വിശുദ്ധമായി, വെള്ളത്തിലിട്ടു, വെള്ളം വിശുദ്ധമായി, നമ്മൾ ആ വിശുദ്ധ വെള്ളം കുടിച്ചു, നമ്മുടെ പ്രശ്നം മാറി. ഇതുപോലെ കുമ്പനാട്ടൊരാളുണ്ടായിരുന്ന എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, എണ്ണ ഉപദേശം എന്നാ പേര്, എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഞാനത് റിസർച്ചിന്റെ ഇടയ്ക്ക് കണ്ടതാണ്. ഞാൻ കാത്തലിക്കാണ്, റിസർച്ചിനിടയ്ക്ക് ഞാൻ ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്ത് എന്റെ അന്വേഷണത്തിൽ കണ്ട കാര്യമാണ്. ഒരിക്കൽ കേട്ടത്, ഈ ഉപദേശി എണ്ണ പ്രാർത്ഥിച്ച് ഒരു വീട്ടുകാർക്ക് കൊടുത്ത ഒരു വീട്ടിൽ വന്ന് അവരുടെ തെങ്ങിൽ അത് ഒഴിച്ചപ്പോൾ തെങ്ങ് ഉണങ്ങിപ്പോയി. ഭയങ്കര അത്ഭുതം. അപ്പോൾ എണ്ണ എത്ര ശക്തമാണ്, ഓർത്ത് നോക്കിയേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. എന്നാൽ എണ്ണയെക്കുറിച്ചൊരു പ്രയോഗം വേദപുസ്തകത്തിൽ കാണുന്ന യാക്കോബിന്റെ ലേഖനത്തില് എന്താ ചെയ്യേണ്ടത്? ഒരാൾ രോഗിയാണെങ്കിൽ മൂപ്പന്മാർ വന്ന് എണ്ണ പുരട്ടി അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ സൗഖ്യമുണ്ട്. ഇവിടെ എണ്ണ പ്രാർത്ഥിച്ച് പുരട്ടുമെന്നല്ല, എണ്ണ പുരട്ടുക, രോഗി ലേപനം, എണ്ണ പുരട്ടിയിട്ട് പാപം ഏറ്റുകൊള്ളണം തമ്മിൽ, എന്നിട്ട് അവരുടെ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. അപ്പോൾ രോഗ സൗഖ്യമാണ്. അതിനു പകരം എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തത് പൂശിയാൽ മതി, നിങ്ങളുടെ രോഗം മാറുമെന്ന് പറയുമ്പോൾ അത് ആഭിചാരമാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നാണയം പ്രാർത്ഥിച്ചിടുന്നത്, ഈ എണ്ണ പ്രാർത്ഥിച്ച് പുരട്ടുന്നത്, ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്, ചില സാധനങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കുന്നത്, യഥാർത്ഥത്തിൽ അത് ആഭിചാരത്തിന്റെ ഗണത്തിൽപ്പെടുന്നത്. ഇനി മനസ്സിലായോ? കാരണം വേദപുസ്തകം അങ്ങനെയില്ല. നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്, നമുക്ക് രോഗസൗഖ്യം തരുന്നത്, നമുക്ക് നന്മ തരുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്, നമ്മുടെ മേലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളത്. അല്ല നമ്മൾ ഒരു കാര്യം അവിടെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേൽ ശക്തി വരുന്നത് അത് മന്ത്രവാദത്തിന്റെ ഭാഗമാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളെ വളരെ ചതിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ആഭിചാരത്തെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് തെറ്റിപ്പോകും. കാരണം നമ്മൾ ദേവദാസൻ ചെയ്യുന്നതാണെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ദൈവികമാണെന്ന്. അല്ല കേട്ടോ. വിശുദ്ധ വചനം എന്ത് പറയുന്നു അത് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവൂ. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൂട്ടുകാരുടെ കാര്യം പറയണം, വീണു പോകരുതെന്ന് പറയണം കേട്ടോ. അതിലൂടെയാണ് പിശാച് രംഗപ്രവേശം ചെയ്ത് പതിയെ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അവസാനം നമ്മളെ ഒന്നാന്തരം മന്ത്രവാദിനെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ പോയ പലരെയും എനിക്കറിയാം കേട്ടോ. എന്റെ ഏകദേശം 10 വർഷത്തെ ക്ലിനിക്കൽ ലൈഫില് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്തുകാരൻ്റെ അടുത്ത് വരുമായിരുന്നു ധാരാളം. ഞാനന്ന് കാത്തലിക്കാണ്. അവരെന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു. അവരെന്റെ അടുത്ത് പല കാര്യങ്ങൾക്കായിട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മൾ അങ്ങനെ വീണ് പോകരുത്. വചനത്തിൽ തന്നെ ഉറച്ചിരിക്കുക, വചനത്തിൽ തന്നെ ഉറച്ചിരിക്കുക, വചനത്തിൽ തന്നെ ഉറച്ചിരിക്കുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുന്ന പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വചനവുമായിട്ട് അവിടുത്തെ സന്നിധിയിലിരിക്കുവാൻ കർത്താവെ
ഒരുപക്ഷേ കർത്താവെ ഈ കുഞ്ഞുങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കുവാൻ അവരെ സഹായിച്ചാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൽ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനർനാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാം നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴും ഈ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.